ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. കുദോശീത്തോ ഞായറിന് ശേഷമുള്ള ഈ ദിനങ്ങളിൽ സഭയുടെ വിശുദ്ധീകരണത്തിലൂടെ സഭയുടെ നവീകരണത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈശോ നമ്മളോട് ആദ്യമേ ആവശ്യപ്പെടുക, നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഈശോ നൽകുന്നത്. ഫരീസേയൻ്റെ കാപട്യമാകുന്ന പുള്ളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, നാമൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിലായിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവന് സാക്ഷികളായിത്തീരുമ്പോൾ അതൊരിക്കലും അവരനെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവന് ഞാൻ കാരണം ദുഃഖമോ വേദനയോ ഉണ്ടാകാതിരിക്കുവാൻ നാം പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്, നീ കാരണം ഒരു സമൂഹത്തിന് വേദനയുണ്ടാകരുത്. നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന കുടുംബത്തിൽ കാപട്യത്തിൻ്റെ പുളിപ്പുകളായി മാറരുത്. ഈ ഒരു മുന്നറിയിപ്പാണ് ഈശോ ഇന്നത്തെ ദിവസം നമുക്ക് ആദ്യമായി നൽകുക. നിൻ്റെ സാന്നിധ്യം ഒരു സമൂഹത്തെ കാപട്യത്തിൻ്റെ പുളിപ്പ് കൊണ്ട് നിറയ്ക്കരുത്. ഒരു സമൂഹത്തിൽ നീ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിൻ്റെ സാന്നിധ്യം സന്തോഷമാകണം പകർന്നു നൽകുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം. ഞാൻ ആയിരിക്കുന്ന കുടുംബത്തിൽ, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ എപ്രകാരമാണ് ഈശോയെ പകർന്നു കൊടുക്കുക? മാമോദീസായുടെ റൂസ്മായാൽ മുദ്രയിട്ടപ്പെട്ട നാമൊക്കെ വിശുദ്ധ മൂറോൻ കൊണ്ട് നെറ്റിത്തടത്തിൽ റൂസ്മ ചെയ്യപ്പെട്ട് ജീവിക്കുമ്പോൾ, ഞാനായിരിക്കുന്ന കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ കാപട്യത്തിൻ്റെ പുളിപ്പാണോ പകർന്നു കൊടുക്കുക, അതോ സന്തോഷവും സ്നേഹവുമാണോ ഞാൻ പകർന്നു കൊടുക്കുക? ഈ ഒരു മുന്നറിയിപ്പിനെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട്, ഇന്നത്തെ സുവിശേഷം നമ്മളോട് ഈശോ സ്നേഹിതരെ എന്ന് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മളോട് പങ്കുവയ്ക്കുക ഒരു കരുതലിൻ്റെ സുവിശേഷമാണ്. 2 നാണയത്തുട്ടിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ട് പോകുന്നില്ല. അവ പോലും ഓർക്കപ്പെടുകയും ദൈവസന്നിധിയിൽ അവയ്ക്കൊക്കെ യഥാർത്ഥമായ വില നിശ്ചയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നാം ഒരിക്കലും അകന്നു പോകാതിരിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിൻ്റെ മുടി ഇഴ പോലും ദൈവം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ അവൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു കരുതലിൻ്റെ സുവിശേഷം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. മുന്നറിയിപ്പുകളെ സ്വീകരിച്ചുകൊണ്ട് കരുതുന്ന ക്രിസ്തുവിൻ്റെ ജീവിതത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് അവൻ കുരിശിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്ന വലിയ പാഠത്തെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഈ ഒരു ദിവസത്തെ ചിന്തകളിലൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികളിലൂടെ പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതായിട്ട്, ഇന്നത്തെ ദിവസം ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ഉപദേശമാണ്. നീ എന്നെപ്പറ്റി എന്തും പറഞ്ഞോ, പക്ഷേ ഞാൻ നിന്നോട് ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. അതൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. മുന്നറിയിപ്പ് നൽകുന്ന ക്രിസ്തു കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ കൈകൾ നമ്മുടെ മുമ്പിലേക്ക് നീട്ടുമ്പോൾ അവൻ നമ്മോട് ഉപദേശമായി പകർന്നു നൽകുന്നത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത് എന്നാണ്. ഈ ഒരു കരുതൽ പരിശുദ്ധാത്മാവോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ അഭിഷേകത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഭയുടെ നവീകരണത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. മുഖംമൂടികൾക്കപ്പുറമായി
ഞാൻ എന്തായിരിക്കുന്നോ അത് മറ്റുള്ളവന് പകർന്നു കൊടുക്കുവാൻ, അതിലൂടെ ക്രിസ്തുവിനെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിലൂടെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാക്ഷ്യം നൽകാം. ഇന്ന് മുഖംമൂടികളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും മറ്റുള്ളവൻ്റെ മുമ്പിൽ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കുവാനുമൊക്കെ ഇന്ന് മനുഷ്യ ജീവിതങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുക, നീ എന്താണോ അത് മറ്റുള്ളവന് പകർന്നു കൊടുക്കുക. ആയിരിക്കുന്ന സമൂഹത്തിൽ കാപട്യത്തിൻ്റെ പുളിപ്പായി മാറാതിരിക്കുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിച്ചുകൊണ്ട് ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ പുളിപ്പായി ആ സമൂഹത്തെ സന്തോഷിപ്പിക്കുന്ന, ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന ജീവിതങ്ങളായി നമുക്ക് രൂപപ്പെടാം. അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ക്രിസ്തു കടന്നു വരുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ ഞാൻ നിനക്കായിട്ട് സമർപ്പിക്കുന്നു. ഒരിക്കലും മറ്റുള്ളവൻ്റെ വേദനയിലേക്ക് സന്തോഷിക്കാതെ അവൻ്റെ കൂടെ ആയിരിക്കുവാൻ, നിന്നെ പകർന്നു കൊടുക്കുവാനുള്ള കൃപ ഈ ദിവസം എനിക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ ഇന്നേ ദിവസം ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൃപകളെ സ്വീകരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.